അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടു കൂടി വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുന്ന ഒരു സംരംഭത്തിലും സംവിധാനത്തിലുമാണ് നമ്മളുള്ളത്. പ്രതിഫലേച്ഛയോടെ ഇരു ലോകത്തും നമുക്ക് ഉപകാരപ്പെടണം എന്ന ആഗ്രഹത്തോടെ ഈ ഒരു സൽക്കർമ്മത്തിൽ മുന്നേറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ ആണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഉലൂഹിയത്തിനെ സ്ഥാപിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ് എന്ന റുബൂബിയത്തിനെ സ്ഥാപിക്കുന്ന ചില കാര്യങ്ങളാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിൽ ഉള്ളത്. അതായത് ആകാശഭൂമികളെ സംവിധാനിച്ചതും സൃഷ്ടിച്ചതും പർവ്വതങ്ങളെ സ്ഥാപിച്ചതുമെല്ലാം അള്ളാഹു ആണ് എന്നും രാവും പകലും മാറി മാറി വരുന്നതാക്കിയവൻ അവനാണ് എന്നും അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന രീതിയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നുമൊക്കെ പഠിപ്പിക്കുന്ന ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. ഏറ്റവും അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കാഫിറുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിഹാസത്തോടു കൂടിയാണ് സ്വീകരിച്ചിരുന്നത് എന്നും അവർ ധൃതി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നുവെന്നും മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, നീ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണെങ്കിൽ എപ്പോഴാണ് നീ പറഞ്ഞ ശിക്ഷ സംഭവിക്കുക എന്നുമൊക്കെ അവർ ചോദിച്ചിരുന്നു എന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പരിഹസിച്ചതിന് അള്ളാഹു അവരെ പിടികൂടുകയും ചെയ്തു എന്ന് പറയുന്ന 41-ാമത്തെ ആയത്താണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 42 മുതലുള്ള ഏതാനും ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയാൽ പിന്നീട് ഒരിക്കലും അതിനെ തട്ടിമാറ്റാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന അള്ളാഹു, ഇഹലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് മാറിപ്പോകാൻ അവിശ്വാസികൾക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന, അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന ചില വരികളാണ് 42 മുതലുള്ള ആയത്തുകൾ. ഏതായിരുന്നാലും ആയത്തിലേക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ ബൽ ഹും അൻ സിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. ഖുൽ, നബിയെ അങ്ങ് ചോദിക്കുക അല്ലെങ്കിൽ പറയുക, മൻ ആരാണുള്ളത്, യക്ലഉക്കും നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ, ബില്ലൈലി വന്നഹാരി രാത്രിയിലും പകലിലുമൊക്കെ നിങ്ങൾക്ക് കാവലായി ആരാണുള്ളത്, മിനർ റഹ്മാനി പരമകാരുണികനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത്, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് സഹായം നൽകുന്നവൻ ആരാണുള്ളത്
എന്ന് അവരോട് ചോദിക്കൂ പ്രവാചകരെ. ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ, എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അവരുടെ രക്ഷിതാവിൻ്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ്. അവർക്ക് അള്ളാഹു അല്ലാതെ സഹായിക്കാനും സംരക്ഷിക്കാനും ആരുമില്ല എന്നറിഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് മാറി അള്ളാഹു അല്ലാത്തവരുടെ ദിക്റുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. വാക്കുകൾ നോക്കുക. കുൽ നബിയെ പറയുക, മൻ യക്ലഉകും, ആരാണ് നിങ്ങൾക്ക് രക്ഷ നൽകാനുള്ളത്? മൻ യക്ലഉകും, നിങ്ങൾക്ക് ആരാണ് രക്ഷ നൽകുക? ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും, മിനർ റഹ്മാൻ, പരമകാരുണികനിൽ നിന്ന്. ഇൻഷാ അല്ലാഹ് ആ ഭാഗമാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഹുവല്ലദീ യഹ്ഫളുകും വയഹ്റുസുകും ബില്ലൈലി ഫി ഹാലി നൗമികും വന്നഹാരി ഫി ഹാലി തസഫുരികും തസറുഫികും ഫി ഉമൂരികും. മൻ ഹുവല്ലദീ, ആരാണുള്ളത്, യഹ്ഫളുകും നിങ്ങളെ സംരക്ഷിക്കാൻ, വയഹ്റുസുകും നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ എന്നാണ് ഇതിന്റെ അർത്ഥം. മയ്യക്ലൗക്കും എന്ന് ചോദിച്ചതിന്റെ അർത്ഥമായി മുഫസ്സിറുകൾ പറഞ്ഞ വാചകമാണ് വായിക്കുന്നത്. ബില്ലൈലി ഫി ഹാലി നൗമികും, രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഏതായിരുന്നാലും നിങ്ങളെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക, അല്ലേ? നമ്മൾ ഉറക്കത്തിലെ വെട്ടാ പിന്നെ ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് അള്ളാഹു അല്ലാതെ ആരാ നിങ്ങളെ സംരക്ഷിക്കുക? വഫി ഹാലി വഫി വന്നഹാരി ഫി ഹാലി തസറുഫിക്കും ഫി ഉമൂരിക്കും, പകലിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാനും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ ആരാണത് തട്ടിമാറ്റുക? റബ്ബല്ലാതെ ആരാണ് നിങ്ങൾക്കൊരു സംരക്ഷണം നൽകുക എന്ന് ചോദിക്കൂ പ്രവാചകരെ. ഇതൊക്കെ എവിടേക്ക് മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്നപ്പോൾ അവർ പരിഹസിക്കുകയാണ് ചെയ്തത്. അതാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ആ പരിഹസിക്കുന്ന ആളുകളോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്, നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആരാണത് തട്ടിമാറ്റുക? നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന്, റബ്ബിന്റെ ശിക്ഷകളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ സംരക്ഷിക്കുമോ എന്ന് ചോദിക്കൂ പ്രവാചകരെ. ഈ കലയക്ലവു എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു, കാവൽ നിന്നു എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ മസ്ദർ, അതിന്റെ ക്രിയാധാതു കിലാഅത്ത് എന്നാണ്. എന്താണ് കിലാഅത്ത്? കിലാഅത്ത് എന്ന് പറഞ്ഞാൽ ഹിഫ്ള്, ഹിറാസത്ത് എന്നൊക്കെയാണ് മുഫസ്സിറുകൾ അതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. ഹിഫ്ള് സംരക്ഷണം, ഹിറാസത്ത് കാവൽ നിൽക്കൽ, ഹാരിസ് പറഞ്ഞ കാവൽക്കാരൻ എന്ന, അല്ലേ? അപ്പൊ കാവൽ നിൽക്കൽ, സംരക്ഷിക്കൽ എന്നൊക്കെയാണ് കിലാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അള്ളാഹ് ചോദിക്കാൻ പറയാണ്, കുൽ നബിയെ അങ്ങ് ചോദിക്കണം, മയ്യക്കിലഉക്കും, നിങ്ങൾക്കാരാണ് കാവൽ നിൽക്കുക? നിങ്ങൾക്കാരാണ് സംരക്ഷണമായിട്ടുണ്ടാവുക? ബില്ലൈലി രാത്രിയിൽ, വന്നഹാരി പകലിൽ, മിനർ റഹ്മാനി. അവിടെ മിനർ റഹ്മാനി എന്നതിന് രണ്ടർത്ഥമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന്, അള്ളാഹുവിന് പുറമേ എന്നർത്ഥം. അള്ളാഹുവിന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കുക? അതിനാണ് മിനർ റഹ്മാൻ, അള്ളാഹുവിനെ കൂടാതെ എന്നർത്ഥം. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ മിനർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ ആര് സംരക്ഷിക്കും എന്നാണ്. ഒന്ന്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ ആരാണ് സംരക്ഷിക്കുക എന്ന്. രണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ ആരാണ് നിങ്ങളെ സഹായിക്കുക എന്ന്. രണ്ട് രീതിയിൽ അർത്ഥവും മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. രണ്ടും ശരിയുമാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹു ചോദിക്കാൻ പറയാ, കുൽ നബി അങ്ങ് ചോദിക്കണം, മയ്യക്ലഉക്കും, ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക? നിങ്ങളെ സംരക്ഷിക്കാൻ ആരുണ്ട്? ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും, മിനർ റഹ്മാൻ, പരമകാരുണികന്റെ ശിക്ഷയിൽ നിന്ന്. അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക എന്ന് ചോദിക്കൂ പ്രവാചകരെ. ഇപ്പൊ സത്യനിഷേധികൾക്കും ബഹുദൈവാരാധകർക്കും പരലോകത്ത് ശിക്ഷ ഇറങ്ങിയ പിന്നെ ഒരു രക്ഷയുണ്ടാവൂല എന്ന് പറയുന്ന ആയത്തുകൾക്ക് ശേഷം അള്ളാഹ് പറയാണ്, ഇഹലോകത്ത് വെച്ചും അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല. അത് രാത്രിയാകട്ടെ പകലാകട്ടെ അള്ളാഹുവിൽ നിന്ന് വരുന്ന വിപത്തുകൾ തടയാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു ആശയം വിശുദ്ധ ഖുർആനിലൂടെ നീളം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വിശദമായി പറയുന്നില്ല, ചില സൂറത്തുകളും ആയത്തുകളും മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫത്ഹിന്റെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, കുൽ നബിയെ അങ്ങ് ചോദിക്കണം,
ഫമൻ യംലികു ലക്കും മിനല്ലാഹി ശൈഅ ഇൻ അറാദ ബിക്കും ലർറൻ ഔ അറാദ ബിക്കും നഫ്അ. അള്ളാഹ് നിങ്ങൾക്കൊരു ഉപകാരം തരാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റിയ ആരാ ഉള്ളത്? നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയുന്ന പല വാചകങ്ങളിൽ ഒന്നെന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തടഞ്ഞത് തരാൻ ആരുമില്ല റബ്ബേ, നീ തരാൻ ഉദ്ദേശിച്ചത് തടയാനും ആരുമില്ല റബ്ബേ. അല്ലാഹ് തടഞ്ഞ തരാനും ആരുമില്ല, അല്ലാഹ് തന്നത് തടയാനും ആരുമില്ല എന്ന് നമ്മൾ ഓരോ നിസ്കാര ശേഷവും ഉറപ്പിച്ച് പറയാണ്. അത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആശയാണ്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, കുൽ നബി അങ്ങ് പറയണം, മൻ ദല്ലദീ യഅ്സിമുകും മിനല്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ആരുണ്ട്? ഇൻ അറാദ ബിക്കും സൂഅ ഔ അറാദ ബിക്കും റഹ്മ. അള്ളാഹ് നിങ്ങൾക്കൊരു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, അള്ളാഹ് നിങ്ങൾക്ക് റഹ്മത്ത് തരാൻ ഉദ്ദേശിച്ചാൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്ക് വരുത്താൻ പറ്റിയ ആരാണുള്ളത്? വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹ്, ഇല്ല, റബ്ബിന് പുറമെ ആരെയും അവർ കണ്ടെത്തുകയില്ല. സൂറത്തുൽ അഹ്സാബിലെ 17-ാമത്തെ ആയത്തിലൂടെയാണ് അള്ളാഹു അങ്ങനെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ 17-ാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞു, കുൽ ഫമൻ യംലികു മിനല്ലാഹി ശൈഅ ഇൻ അറാദ അൻ യുഹ്ലികൽ മസീഹ ബിന മറിയം വ ഉമ്മഹു വമൻ ഫിൽ അർളി ജമീഅ. അള്ളാഹു ആരെങ്കിലും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവരെ രക്ഷപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ആരാണ് അതിനെ ഉടമപ്പെടുത്തുക എന്ന് അള്ളാഹു ചോദിക്കുക. സൂറത്തുൽ അഹ്സാബിലെ തന്നെ 88-ൽ അള്ളാഹു പറഞ്ഞു, വഹുവ യുജീറു വലാ യുജാറു അലൈഹി. എല്ലാവരും സംരക്ഷണം ആവശ്യപ്പെടുന്നത് റബ്ബിൽ നിന്നാണ്, റബ്ബിന് പുറമെ ആർക്കും സംരക്ഷണം നൽകുകയില്ല. അള്ളാഹ് വിചാരിക്കാത്തൊരു സംരക്ഷണം ആർക്കും നൽകുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ ആശയമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അവിശ്വാസികളോട് മാത്രമല്ല, എല്ലാ മനുഷ്യരോടും ഹൃദയത്തിൽ തട്ടേണ്ട ഒരു ചോദ്യമായി ചോദിക്കേണ്ട ചോദ്യമാണ്. എന്താണ് ചോദ്യം? മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ. റബ്ബിന് പുറമെ, പരമകാരുണികനായ അള്ളാഹുവിന് പുറമെ രാത്രിയിലും പകലിലും നമുക്ക് സംരക്ഷണം നൽകാൻ ആരാണുള്ളത്? ഉത്തരം എന്താ? ആരുമില്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇവിടെ അള്ളാഹുവിന്റെ അർ-റഹ്മാൻ എന്ന നാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അർ-റഹ്മാൻ എന്ന നാമത്തെ കുറിച്ച് വിശദമായി ഇതേ സൂറത്തിൽ ഈ നാമം വന്നപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എത്ര തവണ വന്നു എന്നും, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, എന്താണ് അർ-റഹ്മാൻ അർ-റഹീം എന്ന വ്യത്യാസം എന്നും, സൂറത്തുർ റഹ്മാൻ എന്നൊരു അധ്യായം തന്നെ ഖുർആനിൽ ഉണ്ട് എന്നും അതൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അർ-റഹ്മാൻ എന്ന നാമം ഇവിടെ വരാൻ കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ രാത്രിയിലും പകലിലും നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അർ-റഹ്മാൻ എന്ന നാമം ഉപയോഗിച്ചു? മുഫസ്സിറുകൾ അർ-റഹ്മാൻ എന്ന ഈ നാമത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, പരമകാരുണികനായ ഒരാൾക്ക് മാത്രമേ ഏത് ബുദ്ധിമുട്ടൊന്നും രക്ഷപ്പെടുത്താൻ തോന്നുള്ളൂ. അതുകൊണ്ട് ആ അർ-റഹ്മാൻ അല്ലാതെ ആരാ നിങ്ങളെ സംരക്ഷിക്കുക? മറ്റവർക്കൊക്കെ ചില സമയത്തൊക്കെ സംരക്ഷിക്കാൻ തോന്നും, അല്ലേ? നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംരക്ഷണമൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യും. അതും എപ്പോഴൊന്നും നമ്മൾ ചെയ്യൂല. ഒരാൾ കയ്യിൽ നിന്ന് ഒരു സാധനം വീണ് നമ്മൾ എടുത്തെടുത്തു, പിന്നെയും വീണു, നമ്മൾ എടുത്തെടുത്തു, പിന്നെയും വീണു, നമ്മൾ എടുത്തെടുത്തു, പിന്നെയും വീഴുകയാണെങ്കിലോ ഇനി എന്താച്ചാ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. നമ്മളെ കാരുണ്യം അവിടെ നിൽക്കും, അല്ലേ? അതവൻ ബോധപൂർവം എറിയാണെന്ന് കൂടി കണ്ടാലോ, ഏതായിരുന്നാലും നമ്മളത് തീർന്നു. അല്ലാഹ് പറയാണ്, അർ-റഹ്മാനായ റബ്ബല്ലാതെ, പരമകാരുണികനായ, എല്ലാ പടപ്പുകളോടും കരുണ കാണിക്കുന്ന, അവനെ ധിക്കരിക്കുന്നവരാകട്ടെ അവനെ അനുസരിക്കുന്നവരാകട്ടെ ആ വേർതിരിവില്ലാതെ ഇഹലോകത്ത് വാരിക്കോരി നിഅമത്തുകൾ നൽകുന്ന അർ-റഹ്മാൻ അല്ലാതെ ആരാ നിങ്ങളെ സംരക്ഷിക്കുക? മനസ്സിലായില്ലേ? അർ-റഹ്മാൻ അവിടെ വരാനുള്ള കാരണം അല്ലാഹ് ചോദിക്കാണ്, പരമകാരുണികനായ റബ്ബല്ലാതെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രാത്രിയിലും പകലിലും നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ആരുമില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയും, എന്നാലും ഹും അവർ, അള്ളാഹനെ ധിക്കരിക്കുന്നവർ, അൻ ദിക്രി റബ്ബിഹിം, അവരുടെ റബ്ബിനെ തൊട്ടുള്ള സ്മരണയിൽ നിന്ന് മുഅരിളൂൻ, മാറിപ്പോകുകയാണ്, തിരിഞ്ഞു പോകുകയാണ്. ഈ സൂറത്തിന്റെ 1-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ
മുഅരിളൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും ആരാണ് ഈ അഅറള എന്നും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്താണ് എന്നുമൊക്കെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആയത്ത് തന്നെ 2-3 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഓർക്കാൻ ഒന്നുകൂടി അത്തരം ആയത്തോടെ വിശദീകരണം വീണ്ടും കേട്ടു നോക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, റബ്ബിന്റെ ദിക്റിൽ നിന്ന് അകന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ കഥ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ ഇവിടെ ആയത്തിൽ പറഞ്ഞത്? ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅരിളൂൻ. ബൽ എന്നാൽ ഹും അവരുണ്ടല്ലോ അൻ ദിക്രി റബ്ബിഹിം അവരുടെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് മുഅരിളൂൻ തിരിഞ്ഞു പോവുകയാണ്. ചില മുഫസ്സിറുകൾ അതിന് അർത്ഥം കൊടുത്തത് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ബൽഹും അൻ ദിക്രി റബ്ബിഹിം ഐ അനിൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ. വഖീല എന്നാൽ ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട് അൻ മവാഇലി റബ്ബിഹിം അള്ളാന്റെ ഉപദേശങ്ങളിൽ നിന്ന്. അപ്പൊ ഖുർആനാകട്ടെ പ്രവാചകന്റെ അധ്യാപകങ്ങളാകട്ടെ എല്ലാം അതിൽ ഉൾപ്പെടും. വഖീല അൻ മഅരിഫത്തിഹി അള്ളാനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് എന്നും വ്യാഖ്യാനമുണ്ട്. അള്ളാനെ മനസ്സിലാക്കുന്നതിൽ നിന്ന്, അള്ളാഹിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹിന്റെ ഖുർആനിൽ നിന്ന്, പ്രവാചക ചര്യയിൽ നിന്ന് അകന്നു പോവുകയാണ് അവർ ചെയ്യുന്നത്. മുഅരിളൂൻ എന്ന് പറഞ്ഞാൽ ലാഹൂന ഗാഫിലൂൻ, അശ്രദ്ധരായി ശ്രദ്ധിക്കാതെ മറന്ന് തോന്നിയതുപോലെ മനുഷ്യരിങ്ങനെ മുന്നോട്ട് പോകുകയാണ്. എന്താ അള്ളാഹിന്റെ ഉത്ബോധനത്തെ തൊട്ട് മാറി നിന്നാലുള്ള കുഴപ്പം? വിശദമായി പറയണില്ല. അള്ളാഹ് പറയാണ് വമൻ അഅറള അൻ ദിക്രി. ഈ വാക്കുകൾ തന്നെയാണ് വരുന്നത്. അൻ ദിക്രി റബ്ബിഹിം മുഅരിളൂൻ എന്ന അതേ ആശയാണ് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് അവിടെ പറയുന്നത്? വമൻ അഅറള അൻ ദിക്രി, എന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയാൽ, ഖുർആനിൽ നിന്ന് ആരെങ്കിലും അകന്നു നിന്നാൽ, ഖുർആൻ പഠിക്കാതെ പാരായണം ചെയ്യാതെ ആശയം മനസ്സിലാക്കാതെ വിട്ടുപോയാൽ ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവന് കുടുസായ ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഞാൻ നൽകുക. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അവിടെ മഈശത്തൽ ലങ്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകത്താണ്. എന്താണ്? ഇഹലോകത്ത് തന്നെ ഒരു കുടുസായ ജീവിതമായിരിക്കും ഖുർആൻ പഠിക്കാത്തവർക്ക് ഉണ്ടാകുക. പുറത്തേക്ക് എത്ര ചിരിച്ചാലും, പുറത്തേക്ക് എത്ര സന്തോഷിച്ച് നടന്നാലും, സുഹൃത്തുക്കളെ, അള്ളാന്റെ കലാമുമായി ബന്ധമില്ലാത്തവർക്ക് മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില പിരിമുറുക്കങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാകും. വല്ലാത്തൊരു കുടുസത, ഒന്നും ഒരു ശരിയാകാത്ത ഒരു അവസ്ഥ. ശമ്പളമുണ്ട്, ജോലിയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ലാത്തൊരു അവസ്ഥ അവർക്ക് ഉണ്ടാകും എന്നാണ്. കാരണം അല്ലാഹ് പറയാണ് ഫഇന്ന ലഹു മഈശതൻ ലൻക, ഉത്ബോധനത്തെ തൊട്ട് മാറിപ്പോകുന്ന ആളുകൾക്ക് കുടുസായ ഇടുങ്ങിയ ഞെരുങ്ങിയ ജീവിതം ഞാൻ നൽകും. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താ? വയൗമൽ ഖിയാമത്ത് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ത്യനാളിൽ അവനെ അന്ധനായി നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നതാണ് അല്ലേ, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ, ഞാൻ നല്ല കാഴ്ചയുള്ള ആളായിരുന്നല്ലോ, എന്തിയപ്പോ എന്റെ കാഴ്ച പോയത്? അല്ലാഹ് പറയും ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ, എന്റെ ഉത്ബോധനങ്ങളൊക്കെ വന്നപ്പോ നീ മറന്നു, ഇന്ന് നിനക്ക് കാഴ്ച തരാൻ മറന്നു എന്ന് കൂട്ടിക്കോ എന്ന് അള്ളാഹു പറയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് ഒരല്പസമയത്തേക്ക് പോലും സുഹൃത്തുക്കളെ നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ഖുർആൻ തന്നെ പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കുകയും അവന്റെ ഉത്ബോധനമായ ദിക്റായ, ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മറ്റൊരു പേരും കൂടിയാണ്. അൻ ദിക്രി റബ്ബിഹിം എന്നാണല്ലോ നമ്മൾ ആയത്ത്. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മറ്റൊരു പേരും കൂടിയാണ്. ഖുർആൻ തന്നെ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ അദ്ദിക്റിനെ നാമാണ് നിങ്ങൾക്ക് ഇറക്കി തന്നത്. അവിടെ അദ്ദിക്ർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഖുർആനാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ 9-ാമത്തെ വചനമാണ്. ഇത് നാം ഇറക്കിയതാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിടത്ത് ദിക്ർ എന്നാണ് പറഞ്ഞത്. ഈ ദിക്റാകുന്ന ഖുർആനിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. വിശുദ്ധ പറഞ്ഞു വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും അന്ധത കാണിച്ചാൽ നുഖയ്യിദ് ലഹു ശൈത്വാന, അവന് നാം ഒരു പിശാചിനെ ഏർപ്പാടാക്കി കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, പിന്നീട് അവന്റെ കൂട്ടുകാരൻ പിശാചായിരിക്കും. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീൽ, ആ പിശാചുക്കൾ അവനെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ,
പക്ഷെ അവർ വിചാരിക്കും ഞങ്ങൾ സന്മാർഗത്തിലാണെന്ന്. അതല്ല ഏറ്റവും വലിയ അപകടം. നമ്മൾ വിചാരിക്കുക നമ്മൾ ശരിയാണ്, പക്ഷെ നമ്മൾ പിഴച്ചു പോയിട്ടുണ്ടാകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിനുള്ള പരിഹാരം അള്ളാഹിന്റെ ഖുർആനുമായി നല്ല ബന്ധം ഉണ്ടാകുക എന്നുള്ളതാണ്. ആയത്തൊന്ന് നോക്കുക, എന്നിട്ട് അതിന്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് നമുക്ക് പോകണം. കുൽ നബിയെ അങ്ങ് പറയുക, മയ്യക്ലഉകും, നിങ്ങൾക്ക് രക്ഷ നൽകാൻ ആരുണ്ട്, ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലിലും, മിനർ റഹ്മാൻ, പരമകാരുണികന് പുറമേ, ബൽഹും അൻ ദിക്രി റബ്ബിഹിം, ബൽ എന്നാൽ അൻ ദിക്രി റബ്ബിഹിം, ഹും അൻ ദിക്രി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് മുഅ്രിളൂൻ, തിരിഞ്ഞു കളയുന്നവരാകുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്നു മാത്രല്ല, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുക, എന്നിട്ട് അള്ളാഹു അല്ലാതെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് അറിഞ്ഞിട്ടും അള്ളാഹിന്റെ ഉത്ബോധനത്തിൽ നിന്ന് മാറിപ്പോകുക എന്നത് തീർച്ചയായും ഗുരുതരമായ അപകടമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എന്തെങ്കിലും വല്ലാത്തൊരു വിഷമം വരുമ്പോ അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവന് മനസ്സിലായിട്ടുണ്ട് എന്ത്, എന്റെ വിഷമം തീർക്കാൻ റബ്ബിനെ കഴിയുള്ളൂ. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം വന്നാൽ അള്ളാഹുവേ അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെ പിന്നെ സൗകര്യവും സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹിന്റെ ഉത്ബോധനത്തിൽ നിന്ന് മാറിയിട്ട് അവരവന്റെ സൗകര്യത്തിന് ഇങ്ങനെ ജീവിക്കുക. അതൊരിക്കലും പാടില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹുവിൽ നിന്ന് ശിക്ഷയെ തടയുവാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പുറമെ ദൈവങ്ങളുണ്ട് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയൂല എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹ് സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ പലരുണ്ട്, ലാത്തുണ്ട്, ഉസ്സുണ്ട് എന്ന് വിചാരിക്കുമ്പോ അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കാൻ കഴിയാതെ മരിച്ചുപോയി മൺമറഞ്ഞു പോയ ആളുകളാണ് എന്നാണ് ഖുർആൻ അടുത്ത ആയത്തിൽ പഠിപ്പിക്കുന്നത്. നോക്കുക, അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിഹാ, അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിനാ, لا يستطيعون نصر أنفسهم ولا هم منا يسحبون. അള്ളാഹ് ചോദിക്കുകയാണ്, അതല്ല, ലഹും അവർക്കുണ്ടോ, ആലിഹത്തുൻ അവർക്ക് ഇലാഹുകളുണ്ടോ, അവർക്ക് കുറെ ദൈവങ്ങളുണ്ടോ, മിൻ ദൂനിന നമുക്ക് പുറമെ, ഞാനല്ലാതെ കുറെ ദൈവങ്ങളുണ്ടോ അവർക്ക്? അങ്ങനെ ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളിൻ, ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ വയ്യ. നിങ്ങളെ സഹായിക്കേണ്ടിയിരുന്നില്ല, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ വയ്യ. വലാഹും മിന്നാ യുസ്ഹബൂൻ, അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തുണയും ഉണ്ടാവുകയില്ല, ഒരു സ്വാഹിബും ഉണ്ടാവുകയില്ല, ഒരു തുണയും നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടൂല. അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ വയ്യ, പിന്നെ നിങ്ങളെ സഹായിക്കേണ്ടിയിരുന്നില്ല. നമ്മളങ്ങനെ പറയില്ലേ അല്ലേ? എനിക്ക് ഇന്നെ തന്നെ നോക്കാൻ വയ്യ, പിന്നെ അന്നെ നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ഈ ആയത്തിലൂടെ ചോദിക്കുന്നത്. ആയത്ത് വാക്കുകൾ നോക്കുക, അം അതല്ല, ലഹും അവർക്കുണ്ടോ, ആലിഹത്തുൻ ദൈവങ്ങൾ, തംനഉഹും അവരെ സംരക്ഷിക്കുന്ന, മിൻ ദൂനിനാ നമുക്ക് പുറമെ അവരെ സംരക്ഷിക്കുന്ന വല്ല ആരാധ്യന്മാരും അവർക്കുണ്ടോ? അം അതല്ല, ലഹും ആലിഹത്തുൻ അവർക്ക് ആരാധ്യന്മാരുണ്ടോ, തംനഉഹും അവരെ സംരക്ഷിക്കാൻ, മിൻ ദൂനിന നമുക്ക് പുറമെ അവരെ സംരക്ഷിക്കാൻ വേറെ കുറെ ദൈവങ്ങൾ ഉണ്ട് എന്നാണോ അവർ പറയുന്നത്? അങ്ങനെ പറയുന്നവരാണെങ്കിൽ ഒരു കാര്യം അവർ മനസ്സിലാക്കണം, അതെന്താണ്? ലാ യസ്തതിഊന അവർക്ക് സാധിക്കുകയില്ല, നസ്റ സഹായിക്കാൻ, അൻഫുസിഹിം അവരുടെ കാര്യത്തിൽ തന്നെ, സ്വന്തം കാര്യങ്ങൾക്ക് തന്നെ, സ്വദേഹങ്ങൾക്ക് തന്നെ സഹായം നൽകാൻ സാധിക്കാത്തവരാണ് അവർ. വലാഹും മിന്നാ യുസ്ഹബൂൻ നമ്മുടെ ഭാഗത്ത് നിന്ന് അവർ തുണക്കപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് 7-ാം അധ്യായം
191, 192 ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, ആ യുശ്രികൂന മാലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. ഒന്നും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ലാത്ത സൃഷ്ടിക്കപ്പെട്ട പടപ്പുകളോടാണോ പടപ്പുകളെ നിങ്ങൾ തേടുന്നത്? വലാ യസ്തതിഊന ലഹും നസ്റാ വലാ അൻഫുസഹും യൻസുറൂൻ. സൂറത്തുൽ അഅറാഫിന്റെ 191, 192 വലാ യസ്തതിഊന ലഹും നസ്റ, അവർക്ക് സഹായിക്കാൻ കഴിയൂല. വലാ അൻഫുസഹും യൻസുറൂൻ, അവരെ തന്നെ സഹായിക്കൂല. ഇപ്പോൾ രോഗം മാറാൻ വേണ്ടിയൊക്കെ ഔലിയാക്കന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും അല്ലേ ചില ആളുകൾ. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഔലിയാക്കളുടെ ചരിത്രം നോക്കിയാൽ അവർ പല രോഗങ്ങളും വന്ന് പ്രയാസപ്പെട്ടവരാണ് എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അവർ രോഗം താങ്ങാനാകാതെ മരണപ്പെട്ടു പോയവരാണ് എന്നാണ് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുക. എന്നിട്ട് അവരോട് രോഗം മാറ്റിത്തരാൻ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ പ്രയാസപ്പെട്ട് അവസാനം മക്കളില്ലാതെ അങ്ങനെ തന്നെ മരിച്ചുപോയ അവരോട് മക്കളെ തരാൻ വേണ്ടി തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയാണ് പറയുന്നത്, ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം, സ്വന്തത്തിന് തന്നെ ഒരു സഹായം ചെയ്യാൻ കഴിയാത്ത, വലാഹും മിന്നാ യുസ്ഹബൂൻ, നമ്മളടുത്ത് ഒരു കൂട്ടും കിട്ടാത്ത അവരോടാണോ നിങ്ങൾ തേടുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവർക്കൊരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയൂല എന്നാണ് അള്ളാഹു അറിയിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലൂടെ പറഞ്ഞത് എന്താ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, റബ്ബിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും മാ യംലികൂന മിൻ ഖിത്മീർ, അവർ ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. വലൗ സമിഊ, ഇനി കേട്ടു എന്നാണ് വാദമെങ്കിൽ മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യൂല. നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ പരലോകത്ത് അവർ നിഷേധിക്കുകയും ചെയ്യും. അല്ലല്ലാതെ ആരും ഇങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരൂല. അതുകൊണ്ട് അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും അബദ്ധ ജടിലമായ വിശ്വാസമാണ്, ഏറ്റവും ദുഷിച്ച വിശ്വാസമാണ്. പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും പഴച്ചു പോയവൻ ആരാ ഉള്ളത്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ പിഴച്ചുപോയവനാരുണ്ട്? അള്ളാഹ് പറയാണ്, അന്ത്യനാൾ വരെ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹ് പറഞ്ഞു, കുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. അള്ളാന്റെ അടുത്താണ് എല്ലാത്തിൻ്റെയും നന്മകൾ തിന്മകളുടെ ഖജനാവുള്ളത്, അവൻ്റെ അടുത്താണ്. കടിഞ്ഞാൺ റബ്ബിന്റെ കയ്യിലാണ്, ഉയർച്ചയുടെ താഴ്ചയുടെ കടിഞ്ഞാൺ റബ്ബിന്റെ അടുത്താണ് എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലെ 88 അള്ളാഹു പറഞ്ഞു. സൂറത്തു ആലി ഇംറാനിൽ 26 അള്ളാഹ് പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തു ഫാത്തിറിന്റെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹ് പിടിച്ചു വെച്ച ഒന്നും ഒരാൾക്കും വാങ്ങിത്തരാനും കഴിയൂല, അള്ളാഹ് തരാൻ ഉദ്ദേശിച്ചത് ആർക്കും തടഞ്ഞു വെക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാം തരുന്ന, നമ്മെ കാണുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന മുദബ്ബിറായ, ഖാലിഖായ, മാലിക്കായ, റാസിഖായ ആ അള്ളാഹിനോട് മാത്രമേ നമ്മളെ സങ്കടം നമ്മൾ പറയാവൂ, നമ്മളെ വിഷമം അവതരിപ്പിക്കാവൂ, നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ തേടാവൂ എന്നാണ് ഈ 2 ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ എന്താണ് ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ പിഴച്ചു പോകാനുള്ള കാരണം എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് നോക്കുക. ഈ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. അം ലഹും ആലിഹത്തുൻ, അതല്ല അവർക്ക് ആരാധ്യന്മാരുണ്ടോ, തംനഉഹും അവരെ സംരക്ഷിക്കുന്ന, മിൻ ദൂനിനാ നമുക്ക് പുറമെ, ലാ യസ്തതീഊന നസ്റ അൻഫുസിഹിം
സ്വദേഹങ്ങൾക്ക് തന്നെ സഹായം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല. വലാഹും മിന്നാ യുസ്ഹബൂൻ, നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്ക് തുണ ലഭിക്കുകയുമില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ടും അവരെ പഴച്ചു പോകാനുള്ള കാരണം ഞാൻ കുറെ അനുഗ്രഹങ്ങൾ ഓൽക്ക് കൊടുത്തു, അപ്പൊ അതന്നെയാണ് എല്ലാം എന്ന് അവർ വിചാരിച്ചു. ഞാൻ സുഖം കൊടുത്തപ്പോ, സന്തോഷം കൊടുത്തപ്പോ എന്നെ മറന്ന് ജീവിച്ചു. അള്ളാഹു പറയാണ് സുഹൃത്തുക്കളെ അടുത്ത ആയത്തിൽ, ബൽ മത്തഅനാ ഹൗലാഇ വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ അഫലാ യറൗന അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ അഫഹുമുൽ ഗാലിബൂൻ. ബൽ അല്ല, മത്തഅന നാം ജീവിത സുഖം നൽകി, ഹൗലാഇ ഇവർക്കും വആബാഅഹും അവരുടെ പിതാക്കൾക്കും. ആബാ അബ് എന്നതിന്റെ ബഹുവചനാണ് ആബാ, പിതാക്കൾ. ഇവർക്കും ഇവരുടെ പിതാക്കൾക്കും, ഇവർക്കും ഇവരുടെ പൂർവികർക്കും. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തുൽ അംബിയാഇന്റെ 42-43 ആയത്തുകളിലായി ധിക്കാരികളായ അവിശ്വാസികളായ ആളുകളുടെ നിലപാടിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അവർക്ക് വല്ല ശിക്ഷയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ രാത്രിയാകട്ടെ പകലാകട്ടെ അവരെ രക്ഷിക്കാൻ ആരാണുള്ളത് എന്നും ആരുമില്ല എന്നറിയുന്ന അവർ തന്നെ അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ തൊട്ട് വിസ്മരിച്ച് മാറിപ്പോവുകയാണ് എന്നും പറയുന്ന കാര്യമാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നമുക്ക് പുറമെ അവരെ സംരക്ഷിക്കാൻ വല്ല ആരാധ്യന്മാരുമുണ്ട് എന്നാണോ അവരുടെ ധാരണ? അങ്ങനൊരു ധാരണ അവർക്കുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, അവർക്ക് സ്വദേഹങ്ങളെ തന്നെ സഹായിക്കാൻ കഴിയാത്ത ആളുകളാണ്. അവരുടെ സ്വന്തം രക്ഷയ്ക്ക് തന്നെ അവർക്ക് സാധിക്കുകയില്ല. അതിന് തന്നെ അവർ പ്രാപ്തരല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവർ സംരക്ഷിക്കുക? ഒരു ഈത്തപ്പന കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരാണ് അവരെന്നും അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാൻ സാധിക്കാത്തവരാണ് അവരെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ആളുകൾ ഭൗതികതയുടെ പിന്നാലെ പോകുമ്പോഴാണ് പരലോകത്ത് രക്ഷപ്പെടണമല്ലോ എന്ന ചിന്ത അവർക്ക് നഷ്ടപ്പെട്ടു പോകുക. അസൂയയും അഹങ്കാരവും മനുഷ്യന്റെ മനസ്സുകളെ കാർന്നു തിന്നുന്ന രോഗങ്ങളാണ്. അതിന് പ്രധാന കാരണം ജീവിത സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്നത് ബൽ എന്നാൽ അല്ല, മത്തഅന നാം ജീവിത സുഖം നൽകി, ഹൗലായി ഇവർക്കും വ ആബാഅഹും ഇവരുടെ പിതാക്കൾക്കും, ഹത്താ ത്വാല അലൈഹിമുൽ ഉമറു അങ്ങനെ അവർ ദീർഘകാലം ജീവിച്ചു. അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് മതിമറന്ന് അവരിങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചാൽ എന്താ സംഭവിക്കുക? അള്ളാഹുവിനെ മറക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സുഖവും സന്തോഷവും ദീർഘകാലം നിലനിൽക്കുന്നുവെങ്കിൽ അത് ഷഖാവത്തിന്റെ അടയാളമാണ്, അത് ദൗർഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. എപ്പോഴും ഒരാൾക്ക് സുഖം, അസുഖങ്ങൾ വരുന്നേയില്ല, പനിയില്ല, തലവേദനയില്ല, അസുഖങ്ങളൊന്നുമില്ലാതെ ഒരാൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവൻ പേടിക്കണം. അത് സൗഭാഗ്യത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് ദൗർഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു നിന്ന ആളോട് നിനക്ക് ഉമ്മുമിൽദമുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെ, മുമ്പ് പറഞ്ഞതാണ്, നിനക്ക് ഉമ്മുമിൽദം വന്നിട്ടുണ്ടോ ചോദിച്ചു. ഒരു അറാബി വന്ന് പ്രവാചകൻ മുന്നിൽ നിന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അഖദതക ഉമ്മുമിൽദം. ആള് ചോദിച്ചു, എന്താ ഈ ഉമ്മുമിൽദം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പനിയാണ്, പനി, ശരീരത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ചൂടുണ്ടാകും. ആള് പറഞ്ഞു, ഇല്ല, എനിക്കിതുവരെ പനി വന്നിട്ടില്ല. നിനക്ക് സുദാഅ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ചോദ്യം, സുദാഅ് എന്ന് പറഞ്ഞ തലവേദനയാണ്, നിനക്ക് തലവേദന വന്നിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, അതും എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഫലമ്മാ വല്ല, ആളങ്ങനെ തിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും നരകത്തിൽ പോണ ആളെ കാണണമെങ്കിൽ നോക്കിക്കോളി.
സുഹൃത്തുക്കളെ, എന്താണ് ഹദീസ് അറിയിക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് തലവേദന വന്നില്ലെങ്കിൽ, പനി വന്നില്ലെങ്കിൽ അവരൊക്കെ നരകത്തിലാണ് എന്ന് നമ്മൾ പറയാൻ പറ്റുമെന്നാണോ? ഒരിക്കലുമല്ല. ഒരു വ്യക്തി കൃത്യമായി നിർണിതമായി നരകത്തിലാണെന്ന് പറയണമെങ്കിൽ വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയണം. പിന്നെ എന്താണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്? ദവാമുസ്തിഹ അലാമത്തു മിന ശഖാവ. ഒരാൾക്ക് ആരോഗ്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, രോഗം വരുന്നേ ഇല്ല എങ്കിൽ അത് ദൗർഭാഗ്യത്തിലെ ലക്ഷണമാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു തലവേദനയും പനിയൊന്നും ഇല്ലാതെ പോകാൻ കഴിയൂല എന്നർത്ഥം. അപ്പം ഇങ്ങനെ ഭയങ്കര സന്തോഷമായാൽ നമ്മൾ പടച്ചോനെ മറക്കും. സുഖവും ദുഃഖവും മാറി മാറി ഇങ്ങനെ വരണം. അല്ലാഹ് പറയാണ്, ബൽ മത്തഅന ഹൗലായി വആബാഅഹും. ഇവർക്കും ഇവരുടെ ഉപ്പാർക്കും എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത് തന്നെ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഇവർക്കും ഇവരുടെ ഉപ്പാർക്കും ഞാൻ ജീവിത സുഖം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ അധ്വാനിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അനന്തര സ്വത്തായിട്ട് തന്നെ, തറവാട് സ്വത്തായിട്ട് തന്നെ എമ്പാടുണ്ട്. ആ നിലക്ക് അവരിങ്ങനെ ജീവിച്ചു. ഹത്താ ത്വാല അലൈഹിമിൽ ഉമർ. ദീർഘകാലം ജീവിക്കാനുള്ള ജീവിത സൗകര്യങ്ങൾ അവർക്ക് നാം കൊടുത്തു എന്ന് അവർ പിഴച്ചു പോകാനുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ജൂതന്മാരെയൊക്കെ ഏറ്റവും അധികം പഴപ്പിച്ച ഘടകം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് സൗകര്യങ്ങൾ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അഹങ്കാരമുണ്ടായി എന്നതാണ്. അത് മറ്റുള്ളവരോട് അവർക്ക് അസൂയ തോന്നാൻ കാരണമായി എന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ബലഗ അബ്ദുല്ലാഹി ഇബ്നു സലാം മുഖ്ദമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന് പൂർവ്വ വേദഗ്രന്ഥങ്ങൾ പഠിച്ച ജൂത പണ്ഡിതനായ തൗറാത്തിൽ അഗാധജ്ഞാനമുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം അറിയുകയുണ്ടായി. ഫഅതാഹു. അദ്ദേഹം പ്രവാചകന്റെ അരികിൽ വന്നു. ഫഖാല ഇന്നി സായിലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യുൻ. ഒരു നബിയാണെങ്കിൽ മാത്രമേ ഉത്തരം പറയാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു 3 ചോദ്യം എനിക്ക് ചോദിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു, മാ അവ്വലു അശ്റാത്തി സാഅ. അന്ത്യനാളിന്റെ ഏറ്റവും അവസാനത്തെ വലിയ അടയാളങ്ങളിൽ ആദ്യം സംഭവിക്കുക എന്തായിരിക്കും? വമാ അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ മദീന അഹ്ലുൽ ജന്ന. സ്വർഗത്തിലെത്തിയ ആള് ആദ്യം കഴിക്കണ ഭക്ഷണം എന്തായിരിക്കും? അയ്യു ഷൈഇൻ യൻസിഉൽ വലദു ഇലാ അബിഹി വമിൻ അയ്യി ഷൈഇൻ യൻസിഉ ഇലാ അഖ്വാലിഹി. ചില കുട്ടികൾ ഉമ്മയുടെ മുഖഛായയും ചില കുട്ടികൾ ഉപ്പാന്റെ മുഖഛായയും ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖബ്ബറനി ബിഹിന്ന ആനിഫൻ ജിബ്രീൽ. കുറച്ച് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു വഹി വന്നു പോയ 3 ചോദ്യം അപ്പം ചോദിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സലാം തിരിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും വെറുപ്പ് ആ ജിബ്രീലിനെ തന്നെയാണ്. ഞങ്ങൾ ജൂതന്മാർക്ക് മലക്കുകളിൽ ഏറ്റവും വെറുപ്പുള്ളത് മലക്കുകളുടെ നേതാവായ ജിബ്രീലിനോടാണ്. മൻ കാന അദുവ്വൽ ജിബ്രീൽ എന്ന ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. ജിബ്രീലിനോട് ശത്രുത ഉള്ളവൻ അള്ളാന്റെ ശത്രുവാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ആ 3 കാര്യങ്ങൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയാണ്. അമ്മ അവ്വലു അശ്റാത്തി സാഅ. നീ ചോദിച്ച അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിൽ ആദ്യം സംഭവിക്കുക ഫനാറുൻ തുഹ്ശറുൻ നാസ് ബിൽ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്. ഒരു വലിയ തീ കത്തും. കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോകാവുന്ന രീതിയിലേക്കായിരിക്കും ആ തീ ഉണ്ടാവുക. രണ്ടാമതായി നീ ചോദിച്ച അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ ആളുകൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാ എന്നല്ലേ? അത് മത്സ്യത്തിന്റെ കരളായിരിക്കും. മൂന്നാമത് നീ ചോദിച്ചില്ലേ, അത് ഭാര്യയും ഭർത്താവും സംസർഗത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന്റെ ബീജമാണ് അതിജയിക്കുന്നതെങ്കിൽ പുരുഷന്റെ മുഖഛായയും, അതല്ല എങ്കിൽ സ്ത്രീയുടെ മുഖഛായയുമായിരിക്കും ഉണ്ടാവുക. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആയി മാറുകയാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള കാരണം ഇനി വരാൻ പോകുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയാൻ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം, ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് അവരോട് പറയാതെ എന്നെക്കുറിച്ച് അവരോടൊന്ന് അഭിപ്രായം ചോദിക്കണം. ഞാൻ ഉള്ളിൽ ഒളിച്ചിരിക്കുക. ജൂതന്മാർ വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി. എന്നിട്ട് ചോദിച്ചു, എന്താ ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ?
അബ്ദുല്ലാഹിബ്നു സലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. അയ്യു റജുലിൻ ഫീക്കും അബ്ദുല്ലാഹിബ്നു സലാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ അബ്ദുല്ലാഹിബ്നു സലാം ഉണ്ടല്ലോ, അവന്റെ കാര്യം എന്താ? ഖാലു, അവരോട് പറയാൻ തുടങ്ങി, അഅലമുന, ഞങ്ങളുടെ കൂട്ടത്തിലൊരു പണ്ഡിതൻ, വബ്നു അഅലമിന, ഞങ്ങളുടെ കൂട്ടത്തിലൊരു പണ്ഡിതന്റെ മകൻ, അഖ്യറുന വബ്നു അഖ്യരിന, ഞങ്ങളുടെ കൂട്ടത്തിലൊരു നല്ലോൻ, ഒരു നല്ല ആളെ മകൻ, ഞങ്ങൾക്ക് അവനെ കുറിച്ച് ഒരു എതിരഭിപ്രായമല്ല, നല്ലൊരാളാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫറഅയ്തും ഇൻ അസ്ലമ അബ്ദുല്ലാ, നിങ്ങളാ നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ ആ അബ്ദുല്ല നിന്റെ ഇസ്ലാമുക്ക് വന്ന എന്തായിരിക്കും അവസ്ഥ? ഖാലു, അവർ പറഞ്ഞു, അആദഹുല്ലാഹു മിൻ ദാലിക്, അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ അതിൽ നിന്ന്. അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടല്ലോ ഒരു നിലക്ക്, അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ ആ ദുരന്തത്തിൽ നിന്ന് എന്ന് അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഉള്ളിന്ന് പുറത്തേക്കാണ് വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഉടൻ തന്നെ അവർ പറയാൻ തുടങ്ങി, ശർറുന വബ്നു ശർരിന, ഏറ്റവും വൃത്തികെട്ടവനാണ് ഇവൻ, ഞങ്ങളെ കൂട്ടത്തിലെ വൃത്തികെട്ടവന്റെ മകനാ. മൂപ്പരെ മാത്രല്ല ബാപ്പാനി തെറി പറയാൻ തുടങ്ങി. ബാപ്പ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് ഹദീസിൽ കാണാം, വവഖഉ ഫീഹി, ദുരാരോപണങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതാണ് ജൂതന്മാര്. ആവോളം അള്ളാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച, ഇടയ്ക്കിടെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്ത് അവരെ സംരക്ഷിച്ച ബനൂ ഇസ്രായേല്യരാണ് ഈ ജൂതന്മാര്. അവരുടെ രീതിയായിരുന്നു ഇത്. എന്ത്? അള്ളാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക, എന്നിട്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയുക, ഉസൈർ ഇബ്നുള്ളയാണ് എന്ന് പറയുക, വെറുപ്പ് പ്രകടിപ്പിക്കുക. ധാരാളം സംഭവങ്ങൾ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണേ, അഫലാ യറൗന അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, അഫലാ യറൗന, അവർ കണ്ടിട്ടില്ലേ, അവർ കാണുന്നില്ലേ, അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ, ഞാൻ ഭൂമിയെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നത്, മിൻ അത്റാഫിഹാ, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന്, നാനാഭാഗങ്ങളിൽ നിന്നും ഭൂമിയെ ഞാനിങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? അവിശ്വാസികളോടുള്ള ചോദ്യമാണ്. എല്ലാ ഭാഗത്തേക്കും ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചിട്ട് നിങ്ങളെ ഭൂമിക കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ? ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇസ്ലാമിന്റെ പ്രചാരം. വിവിധ ഭാഗങ്ങളിലേക്ക് സ്വഹാബികൾ ദഅവത്തുമായി പോകുന്നു, ഒന്നടങ്കം അവിടുത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. ഇന്നലെ ഈ നാട് മുഴുവൻ ഞങ്ങളതാണെന്ന് അവകാശപ്പെട്ട അവര് നാളെ ആ നാട് മുഴുവൻ ഇസ്ലാമിൻ്റെതാണ് എന്ന് കേൾക്കേണ്ടി വരുന്നു. അല്ലാഹ് ചോദിക്കാണ്, അഫലാ യറൗന, അവർ കാണുന്നില്ലേ, അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ആ ഭൂപ്രദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നാം ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നത് ഇവർ കാണുന്നില്ലേ? ഇസ്ലാമിന്റെ പ്രചാരണം ശക്തമായി ഓരോ ഭാഗങ്ങളിലേക്കും ഇസ്ലാം പ്രവേശിക്കുന്നതും പല നാടുകളും ഈ അവിശ്വാസികളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുന്നതും അവർക്കൊന്ന് ചിന്തിച്ചൂടെ? അഫഹുമുൽ ഗാലിബൂൻ, പിന്നെ എങ്ങനെ ഓല് ജയിക്കുക? ഞങ്ങളെ ആലിഹത്ത് രക്ഷിക്കുന്നല്ലേ ഓല് പറയണേ. എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുക? നിങ്ങളെ നാടെന്നെ കുട്ടിച്ചോറാകാൻ പോവുകയാണ്, നിങ്ങളെ തന്നെയും നശിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ ആദ്യപടി എന്നോണം നാടുകളെ നാം ഇതാ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ നോക്ക് നിങ്ങൾ, അവർ ഹിജാസ് എന്ന് പറഞ്ഞ ആ നാട് മുഴുവൻ, മക്കയും മദീനയും അടങ്ങുന്ന മുഴുവൻ പ്രദേശങ്ങളും ഇസ്ലാമിന് അധീനപ്പെട്ടു. സ്പെയിൻ, റോം, ഇത്തരം പ്രദേശങ്ങളിലേക്ക് ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ പ്രചാരണമുണ്ടായി. ഇതൊന്നും അവർ കാണുന്നില്ലേ? ഞങ്ങളെ ആലിഹത്ത് സംരക്ഷിക്കും, ഞങ്ങൾക്ക് കുറെ വിഗ്രഹങ്ങളുണ്ട് എന്ന് വീമ്പിളക്കുമ്പോൾ ആ ആലിഹത്തിന് അവരെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ഇവർ മനസ്സിലാക്കണില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കുക. ബൽ അല്ല മത്തഅന, നാം ജീവിത സുഖം നൽകി, ഹൗലായി, ഇവർക്കും, വആബാഅഹും, ഇവരുടെ പിതാക്കൾക്കും, ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ, അങ്ങനെ അവർ ദീർഘകാലം ജീവിച്ചു. അഫലാ യറൗന, ഇവർ കാണുന്നില്ലേ, അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ആ ഭൂപ്രദേശത്തെ നാം നാനാഭാഗങ്ങളിൽ നിന്നും ചുരുക്കിക്കൊണ്ട് വരുന്നത്, നൻഖുസുഹാ മിൻ അത്റാഫിഹാ,
നാനാഭാഗങ്ങളിൽ നിന്നും നാം ചുരുക്കിക്കൊണ്ടുവരുന്നത്. അഫഹുമുൽ ഗാലിബൂൻ, എന്നിട്ടും ഇവർ തന്നെയാണോ വിജയം പ്രാപിക്കുന്നവർ? പച്ചക്ക് കണ്ണുകൊണ്ട് നോക്കി കണ്ടിട്ടും നിങ്ങളാ വിജയിച്ചു എന്നാണോ നിങ്ങൾ പറയണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, അമാനി മൗലവി റഹിമഹുല്ല ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അവഗണന ഇത്രയും മൂക്കാനുള്ള കാരണം അവർക്കും അവരുടെ പിതാക്കൾക്കും അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ അവർ വഞ്ചിതരായി പോയി എന്നതാണ്. സുഖസൗകര്യങ്ങൾ പാരമ്പര്യമായി അനുഭവിച്ചാസ്വദിച്ചപ്പോൾ ഇതെല്ലാം തന്നെ ഞങ്ങളുടെ കുത്തകയാണ്, സ്വന്തം പ്രവർത്തന ഫലമാണ്, ഇതൊന്നും ഇനി ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ അവർ ചിന്തിച്ചു പോയി. അമാനി മൗലവി റഹിമഹുല്ലാഹ് പറയാണ്, അങ്ങനെ അവർക്ക് ധിക്കാര ലഹരി കയറിക്കൂടി. അതുമൂലം വരാനിരിക്കുന്ന ആപത്തുകളെ പറ്റി അവർ ചിന്തിച്ചതേയില്ല എന്ന് അമാനി മൗലവി ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറന്നു പോവുക എന്നത് തീർച്ചയായും അത് വലിയ അപകടമാണ് നമുക്ക് ഉണ്ടാക്കുക. അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർക്ക് സ്വാധീനവും പ്രശസ്തിയും ഉണ്ടായിരുന്ന നാടുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ഇവിടെ നാനാഭാഗങ്ങളിൽ നിന്നും ഭൂമി ചുരുക്കി കൊണ്ടുവന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൈന്യമായ സജ്ജനങ്ങൾക്ക് അവൻ ഭൂമിയിൽ വിശാലത നൽകുകയും സ്വാധീനങ്ങളും വിജയങ്ങളും നൽകുകയും അള്ളാഹുവിൻ്റെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളുടെ പ്രദേശങ്ങൾ അവർക്ക് കുറച്ച് കുറച്ചായി നഷ്ടപ്പെട്ട് അവിടങ്ങളിലെല്ലാം മുസ്ലിമീങ്ങൾ ചെന്ന് ജയിച്ചടക്കി അവിടെ കുടിയേറി പാർക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതൊക്കെ കിട്ടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന അവസ്ഥയായിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നും ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുകയല്ല, പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഉലൂഹിയത്തും റുബൂബിയത്തും സ്ഥാപിക്കാൻ വേണ്ടി ഒരു 4-5 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ. ആ റബ്ബിനെ മാത്രം ആരാധിക്കാൻ, നമ്മുടെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ആ റബ്ബിനോട് അവതരിപ്പിച്ചാൽ മാറും എന്നതിലൊരു സംശയമില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായി വേഗത്തിൽ നമുക്ക് കൂലി വാങ്ങാവുന്ന, ഇഹലോകവും പരലോകവും നമുക്ക് കിട്ടാവുന്ന എത്ര പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ത്വാരിഖ് ബിനു അഷിയം അൽ അസ്ജഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ, എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം, എനിക്ക് നിങ്ങൾ ഉപകാരപ്പെടുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് തേടാവുന്ന, എനിക്ക് പലതും നേടാവുന്ന ഒരു പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖുൽ, നീ പറഞ്ഞോ, അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. പെരുവിരൽ ഒഴികെ ബാക്കി 4 വിരലുകൾ ചേർത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹൗലാഇൽ അർബഅ, ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, യജ്മഅന ലക ദീനക വ ദുനിയാക, നിന്റെ ദീനും നിന്റെ ദുനിയാവും നിനക്ക് വാങ്ങിത്തരും, ഇഹലോകവും മതബോധവും നിനക്ക് കിട്ടും. എന്താ വേണ്ടേ? അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഗഫിർലി, എനിക്ക് പുറത്തു തരണേ, വർഹംനി, എന്നോട് കരുണ കാണിക്കണേ, വആഫിനി, എനിക്ക് സൗഖ്യം നൽകണേ, വർസുഖ്നി, എനിക്ക് അന്നം നൽകണേ. ഇഹലോകമായി പരലോകമായി, ദീനുമായി ദുനിയാവുമായി. എന്നാ പ്രാർത്ഥിക്കാൻ വല്ല പണിയുണ്ടോ? ഒന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് നേടാവുന്ന ധാരാളം ദിക്റുകൾ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. സുഹൃത്തുക്കളെ, നിരന്തരമായി ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബിന്റെ ഖുർആനുമായി നല്ല ബന്ധം വെക്കുക. ഖുർആനിൽ നിന്ന് അകന്നു പോവുക എന്നത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് ഇഹലോകത്ത് തന്നെ കുടുസായ ജീവിതം കിട്ടാൻ കാരണമാകുമെന്ന പേടിയുണ്ടാവുക. അങ്ങനെ ഖുർആൻ ധാരാളമായി പഠിച്ച് കൂടുതൽ പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കി ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർആനുമായി ബന്ധം വെച്ച് ജീവിക്കാൻ, അങ്ങനെ തന്നെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ.